ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പേജ് മാഗസിൻ ഡിസൈൻ ചെയ്യേണ്ട പേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പേജ് നമ്പർ എങ്ങനെയാണ് കൊടുക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ഒക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാത്തവർക്ക് അത് കാണാവുന്നതാണ്. എങ്ങനെയാണ് പേജ് നമ്പർ കൊടുക്കുന്നത്, പേജുകൾ സെറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ എല്ലാ വീഡിയോ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളതിൻ്റെ ബാക്കിയായിട്ട് ഫസ്റ്റ് പേജ്, അതായത് നമ്മളിപ്പോൾ ഒരു മാഗസിൻ്റെ കവർ പേജ് മുതലുള്ള ഇന്നർ പേജുകളെല്ലാം ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നത് കവർ പേജാണ്. അപ്പോൾ ഒരു കവർ പേജ് എങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരാൻ നോക്കാം. നമ്മൾ ഓൾറെഡി ഒരു കവർ പേജ് PSD ആയിട്ടും PDF ആയിട്ടും ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും അതെങ്ങനെ കവർ പേജ് ചെയ്യാമെന്നുള്ള വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതും കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു കവർ പേജ് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. അതിനൊക്കെയായിട്ട് ഞാൻ ഇവിടുന്ന് Ctrl+D പറഞ്ഞിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ രണ്ട് പേജ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഒന്ന് PDF ഉണ്ട്, ഒന്ന് PSD ഫോർമാറ്റിലും ചെയ്തിട്ടുണ്ട്, ഫോട്ടോഷോപ്പ് ഫോർമാറ്റിലും കവർ പേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോഷോപ്പിൽ ചെയ്ത ഫോർമാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് PSD ഫയൽ നമ്മൾ അവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, എഡിറ്റിംഗ് ആവശ്യമാണെങ്കിൽ നമുക്ക് വരുത്താൻ പറ്റുമെന്നുള്ളതാണ്. PDFനേക്കാളും PSD ആണ് കുറച്ചുകൂടെ സൗകര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ PSD ഫയൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആ കവർ പേജിൻ്റെ തന്നെ PSD ഫയൽ. അപ്പോൾ എനിക്കിതുപോലെ മൗസിൻ്റെ പോയിന്റിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ പേജിൻ്റെ ഒരു കോർണറിൽ കൊണ്ട് ക്ലിയർ ചെയ്ത് വെച്ചിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പേജ് അവിടെ പേസ്റ്റ് ആവുന്നതാണ്. ഇപ്പോൾ കവർ പേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ നോക്കിയാൽ കാണാം, ഇത് PSD ഫോർമാറ്റിലുള്ള ഒരു പേജാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്, PDF അല്ല. അപ്പോൾ ഇതിൽ എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് എഡിറ്റ് വിത്ത് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്നും ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഇവിടെ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നും ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ ചെയ്തതെല്ലാം ഇതാ ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. PDFിലാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഞാനിപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന വേർഡിനെ എനിക്കൊരു ചെറിയ മാറ്റം വരുത്തണം. ഇതിനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് വേറൊരു കളർ ഇവിടുന്ന് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ വേറൊരു കളറിലേക്ക് മാറ്റി കൊടുക്കുന്നു. നമുക്ക് വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ഈ കളറിനെ ഞാൻ ഇവിടുന്ന് വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് മാഗസിൻ എന്ന് പറയുന്ന കളറിനെ യെല്ലോ കളറിലേക്കും ചേഞ്ച് ചെയ്തു. ഇങ്ങനെ ഒരു ചെറിയ ചേഞ്ച് ഇവിടുന്ന് വരുത്തി. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് Ctrl+S പറഞ്ഞ് സേവ് ചെയ്യുക. ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മളവിടെ ഇൻഡിസൈനിൽ പോയി നോക്കുകയാണെങ്കിൽ ഈ മാറ്റം അവിടെ വന്നിട്ടുണ്ടാവും. ഇൻഡിസൈൻ ഓപ്പൺ ചെയ്യാം. ആ ഒരു മാറ്റം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കവർ പേജ് PSD ആയിട്ട് കൊണ്ടുവരുന്നതിൻ്റെ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് എഡിറ്റിംഗ് സൗകര്യം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. രണ്ടാമത്തെ പേജ് എന്ന് പറയുന്നത് ഇതുപോലെ എല്ലാ പേജിലും നമുക്ക് ആവശ്യമുള്ള എത്ര പേജുകൾ വേണമെങ്കിലും ഇതിൽ PSD ഫോർമാറ്റ് ചെയ്ത് കൊണ്ടുവരാം, അല്ലെങ്കിൽ PDF കൊണ്ടുവരാം. നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. എഡിറ്റിംഗ് ആവശ്യമാണെങ്കിൽ PSD ആയിട്ട് ചെയ്യാം. രണ്ടാമത്തെ പേജിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പരസ്യം, രണ്ടാമത്തെ പേജ് എന്ന് പറയുന്നത് ഫ്രണ്ടിൻ്റെ ബാക്ക് പേജ്, ഫ്രണ്ട് ഇന്നർ എന്ന് പറയും നമ്മളതിനെ. അപ്പോൾ ആ പേജിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പരസ്യം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇവിടെ ഓപ്പൺ ചെയ്യാം. അത് ഞാൻ PSD ആയിട്ടല്ല PDF ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ PDF പേജിനെ ഇവിടെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിതേപോലെ മൗസ് പോയിന്റിൽ കിട്ടും. അതിൻ്റെ കോർണറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, അതവിടെ പേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എത്ര പേജുകൾ വേണമെങ്കിലും ഇതിന് ഞാൻ ഇപ്പോൾ 1.5 സെൻറ്റിമീറ്റർ വീതം മാർജിനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇന്നർ പേജിന് മാർജിൻ കൊടുത്തിട്ടുണ്ട്. മാർജിൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ പേജ് ഫുള്ളായിട്ട് നിൽക്കും. ഇൻഡിസൈനിൽ കൊടുക്കുന്ന പേജിൻ്റെ അതേ അളവ് തന്നെ ആയിരിക്കണം ഈ കവർ പേജ് ചെയ്യുമ്പോഴും കൊടുക്കേണ്ടത്. അപ്പോൾ അളവിലൊരു മാറ്റവും വരരുത്. അളവിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇതേപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതൊന്നിൽ പേജിൻ്റെ പുറത്ത്, അതുപോലെ പേജിൻ്റെ ഇന്നറിൽ ഒക്കെ വന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കറക്റ്റ് പേജ് അളവ് തന്നെ കൊടുക്കുക. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പേജിൻ്റെ അളവ് തന്നെയാണ് ഫോട്ടോഷോപ്പിൽ ചെയ്യുമ്പോഴും കൊടുക്കേണ്ടത്, പരസ്യങ്ങൾ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ 2 പേജായി. അപ്പോൾ ഫ്രണ്ട് പേജ്, ഫ്രണ്ടിൻ്റെ ഇന്നർ ഒരു പരസ്യമായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കണ്ടൻറ്റ് പേജാണ്. കണ്ടൻറ്റ് പേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിനകത്ത് എന്തൊക്കെ മാറ്ററുകളാണ് വരുന്നത്, അതിൻ്റെ പേജ് നമ്പർ എത്രയൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടൻറ്റ് എന്ന് പറയുക. അപ്പം ഞാനിവിടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈപ്പ് ചെയ്തതിന് ഞാനിവിടെ കൊടുക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഈ മാഗസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുക. അതെന്തൊക്കെയുണ്ട് അതെല്ലാം പറയുക. ഇപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെറുതെ കുറച്ച് കാര്യങ്ങൾ. അതിനെ ആദ്യം നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുക. ഇവിടെ സിനിമ മാഗസിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പേര് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന്
വലുതാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഏത് മാസത്തിലാണ് അത് ഇറങ്ങാൻ പോകുന്നത്, ഇപ്പോൾ 2025 ജനുവരി, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജനുവരി എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ്, വെറുതെ ഒരു ഡേറ്റ് കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കൊടുക്കുന്നതാണ്, അല്ലാതെ കറക്റ്റ് ഡേറ്റ് ഒന്നുമല്ല. അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ലേ ഔട്ട് ആര് ചെയ്തു, ചീഫ് എഡിറ്റർ, മാനേജിങ് എഡിറ്റർ, എഡിറ്റോറിയൽ ബോർഡ് ഉണ്ടെങ്കിൽ അവരുടെ പേര്, അഡ്രസ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കവർ പേജിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെറുതാക്കി ഈ റൈറ്റ് സൈഡിൽ കൊടുക്കാം. ഒരു രസത്തിന് കാണാനൊരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ. ഈ ഒരു കവർ പേജിൽ തന്നെ ഞാൻ ഇതിന് PDF ആണ് എടുക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അതിനെ കുറച്ചൊന്ന് വലുതാക്കി വെച്ചിട്ട് അവിടെ ആവശ്യമായ അളവിൽ എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഒരു ഇതേപോലെ വരച്ചിങ്ങനെ പ്ലേസ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. എന്നിട്ട് അവിടെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫ്രണ്ട് പേജ് പോലെ നമുക്ക് ആ ഒരു ഇൻഡെക്സ് പേജിനകത്ത് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മാത്രമല്ല ഇതിന് കുറച്ച് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഡിസൈൻ ചെയ്യാം. അതൊക്കെ നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് എങ്ങനെയാണോ വേണ്ടത് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ലൈൻ വരച്ചു കൊടുക്കാം. ഒരു സെപ്പറേഷൻ കാണിക്കണമെങ്കിൽ അങ്ങനെ സെപ്പറേഷൻ കാണിക്കാം. അതേപോലെ തന്നെ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഈ പേജിൻ്റെ ഫുൾ സൈസിലേക്ക് ഞാനൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിനകത്തൊരു കളർ ഫിൽ ചെയ്യുന്നു. ഒരു ലൈറ്റ് കളർ, ഏതെങ്കിലും ഒരു ലൈറ്റ് കളർ ഇവിടുന്ന് ഈ ടൂൾ ബോക്സിലെ കളർ വിൻഡോയിൽ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ലൈറ്റ് കളർ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. ഞാൻ ഈ ഒരു കളർ ഫിൽ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ബാക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അറേഞ്ചിൽ സെൻഡ് ടു ബാക്ക് കൊടുക്കുക. അപ്പോൾ അത് ബാക്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാം. മാത്രമല്ല ഇതിൻ്റെ ബോർഡർ കട്ട് ചെയ്യുക. ബോർഡർ നമുക്ക് ആവശ്യമില്ല. ബോർഡർ ഇപ്പോൾ ഇവിടെ ബ്ലാക്കാണ് നിൽക്കുന്നത്, അത് സെലക്ട് ചെയ്തിട്ട് നൺ കൊടുക്കുക. അപ്പോൾ ബോർഡർ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് മാത്രമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ഒതുക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ കുറച്ചൊന്ന് താഴ്ത്തി വയ്ക്കുക. ഈ ഒരു 2 മാറ്ററും കുറച്ചൊന്ന് ലെഫ്റ്റിലേക്ക് ഒതുക്കുകയാണ്. ആ പേജിനോടുകൂടി ചേർത്ത് ഒതുക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ സ്പേസ് വീണ്ടും ഉപയോഗിക്കണമെന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതല്ല കുറച്ച് ഈ എഡിറ്റോറിയൽ ബോർഡിലൊക്കെ ഉള്ള ആൾക്കാരുടെയും അവരുടെയൊക്കെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ, അതായത് മാഗസീനെ സംബന്ധിക്കുന്ന ഡീറ്റെയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പേസ് താഴോട്ട് വേണമെങ്കിൽ താഴോട്ട് വലിക്കാം. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്കിതിൻ്റെ ഇൻഡെക്സ് പേജിൽ വരുന്ന കണ്ടൻസ് എന്താണെന്ന് കൊടുക്കാം. അതിലേക്ക് വേണ്ടി ഞാനിവിടെ കണ്ടൻസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് ജസ്റ്റ് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. കളർ ഞാൻ ഇവിടുന്ന് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ കണ്ടൻറ്റിനെ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. സെലക്ട് ചെയ്യുക, ഇവിടുന്ന് ഫോണ്ട് സൈസ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ ഇതിനകത്ത് കണ്ടൻസിൽ വരുന്നത് ഇതിനകത്ത് ആരൊക്കെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള ഈ മാഗസീനിൽ എഴുതിയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽ ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഡീറ്റെയിൽ ഒരു 3-4 എണ്ണം നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നാമത്തെ ഒരു ഡീറ്റെയിൽ എടുക്കുന്നു, അതിനെ കട്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ആഘോഷ പെരുമാൾ ഡോക്ടർ വത്സൻ പീലിക്കോട എന്നൊരു പേരാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി കൊടുക്കാം. കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ പേരും കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി കൊടുക്കാം. അതുപോലെ ബോൾഡോ ഇറ്റാലിക്സോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും കൊടുക്കാം. പിന്നെ ഇവിടെ രണ്ടും തമ്മിലുള്ള ഇടയ്ക്കുള്ള സ്പേസ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. ഇവിടുന്ന് ലീഡിങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി
ഈ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഇമേജുകൾ ഉണ്ടെങ്കിൽ ആ ഇമേജും കൂടെ നമുക്ക് ഇതിൻ്റെ ഇവിടെ കൊണ്ടു കൊടുക്കാം. ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ഇമേജ് ഇവിടെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു നടനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനിവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടെ പ്ലേസ് ചെയ്യുകയാണ്. എന്നിട്ട് ആഘോഷപ്പെരുമ എന്നുള്ളത് ഇവിടെ ടൈറ്റിലായിട്ട് ഇവിടെ കൊടുക്കാം. ഇവിടെയോ ഈ ഫോട്ടോയുടെ കീഴെയോ എവിടെയാണോ നമ്മുടെ സൗകര്യാനുസരണം അതുപോലെ കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ കീഴെ കൊടുക്കുന്നു. കാരണം റൈറ്റ് സൈഡിൽ നമുക്കപ്പോൾ ഒരു 3 റോ ഇവിടെ കണ്ടൻറ്റ് വെക്കാൻ വേണ്ടിയിട്ട് കിട്ടും. വേറെയും ഫോട്ടോകൾ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കണ്ടൻറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഫോട്ടോയ്ക്ക് അനുസരിച്ച് ഈ ടൈറ്റിൽ കുറച്ചുകൂടെ ഒന്ന് ചെറുതാവണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കി കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ കണ്ടൻറ്റ് വെക്കുമ്പോൾ അതിൻ്റെ പേജ് നമ്പർ കൂടെ കൊടുക്കുക. പേജ് നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഡ്രാഗ് ചെയ്തിട്ട് എത്രയാണോ പേജ് നമ്പർ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 16ാമത്തെ പേജിനാണ് നിങ്ങൾ ഈ മാറ്റർ നിൽക്കുന്നതെങ്കിൽ 16 എന്ന് ടൈപ്പ് ചെയ്യുക. കുറച്ച് ഫോണ്ട് സൈസൊക്കെ വലുതാക്കി വയ്ക്കുക. ഒരു പ്രത്യേക സ്റ്റൈലിൽ കൊടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിനെ ബോൾഡ് ആക്കുക. കുറച്ച് തിക്നെസ് ഉള്ള ഒരു ഫോണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ നമ്പറും അതിനോട് ചേർന്ന് തന്നെ, ഈ പേരിനോട് ചേർന്ന് തന്നെ നമ്പറും അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, നമുക്കിപ്പോൾ ഈ നിൽക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു കളർ കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഇതിനെ ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് കളർ മാറ്റി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു റെഡ് കളർ തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ ടെക്സ്റ്റ് കളറിനെ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ടൂൾ കൊണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ കളറും ഇതേപോലെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ വൈറ്റ് കളറാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിപ്പോൾ നിൽക്കുന്നത് നോക്കുക, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുങ്ങിയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാരഗ്രാഫ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇതിൻ്റെ താഴെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എടുത്തിട്ട് സെൻറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും അത് സെൻറ്ററിലേക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ പേജ് നമ്പർ കൊടുക്കുന്നത്. ഇവിടെ പേരും പേജ് നമ്പറും കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഫോട്ടോ വലുതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വലുതാക്കി വയ്ക്കാം. ഇതേപോലെ കുറച്ചൊന്ന് വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പേജ് നമ്പറും ഫോട്ടോയും ഒരേ ലെവലിൽ കിട്ടുന്നതാണ്. ഇങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് പേജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരുടെ ഫോട്ടോയും ആ മാറ്ററൊക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ റൈറ്റ് സൈഡിലും കോപ്പി ചെയ്ത് വെക്കാവുന്നതാണ്. ടോട്ടലി വെക്കുക. അതേപോലെ തന്നെ കീഴോട്ട് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ കീഴോട്ട്. ഇവിടുത്തെ ഈ പേജ് നമ്പറും അതുപോലെ തന്നെ പേരുകളൊക്കെ മാറി മാറി വരും. ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കണമെന്നേ ഉള്ളൂ. ഓരോ പേജ് നമ്പറിനനുസരിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കീഴെയും ഇതേപോലെ ഇൻഡെക്സിൽ ഫോട്ടോസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യാം. ഒൾട്ട് പിടിച്ചുകൊണ്ട് ഇതിൻ്റെ കോപ്പി എടുത്ത് ഞാൻ ഇവിടെ തന്നെ ഈ ഫോട്ടോയുടെ തന്നെ കോപ്പി ഇവിടെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇനിയിപ്പോൾ നമുക്കിതിനെ ടോട്ടലി ഒന്ന് ചെറുതാക്കണമെങ്കിൽ നമ്മളത് പേജിൻ്റെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് മൊത്തം ഒന്ന് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റും കൺട്രോളും പിടിച്ചുകൊണ്ട് കുറച്ചൊന്ന് ചെറുതാക്കി വയ്ക്കുക. ആ ഒരു പോയിന്റിൽ വന്ന് നിൽക്കത്തക്ക രീതിയിൽ, മാർജിനിൽ വന്ന് നിൽക്കത്തക്ക രീതിയിൽ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ചെറുതാക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഈ കണ്ടന്റിനെ നമുക്കിപ്പോൾ ഇതിവിടെ റൈറ്റ് സൈഡിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സെൻറ്റർ ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെൻറ്റർ ചെയ്ത് ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ നമുക്ക് പേര് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതൊക്കെ നമ്മുടെ സൗകര്യാനുസരണം ചെയ്യാം. ഫോട്ടോ ഒന്നുമില്ല, ജസ്റ്റ് പേര് മാത്രം കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു കണ്ടന്റ് ഞാനിപ്പോൾ ഫോട്ടോകളെല്ലാം ഒരേപോലത്തെ ഫോട്ടോ വെച്ചിരിക്കുന്നു. നമ്മളതിൻ്റെ ഫോട്ടോകളൊക്കെ മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ പേജ് നമ്പർ മാറ്റി കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത ശേഷം അടുത്ത ഫോട്ടോ ഒന്നും ഇല്ലയെന്ന് വെക്കുക. ഫോട്ടോ ഇല്ലാത്ത കുറച്ച് പേരുകൾ മാത്രമേ ഉള്ളൂ, പേജ് നമ്പറും പേരും മാത്രമേ ഉള്ളൂ എങ്കിൽ അതും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇതേപോലെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പേരുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് പേരും അതുപോലെ തന്നെ പേജ് നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഇവിടെ കൊണ്ടുവന്ന് ഈ റൈറ്റ് സൈഡിലായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു.
ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്കത് ഇവിടെ കാണാൻ പറ്റും പേജ് നമ്പർ പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ പേജ് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. ഞാൻ കുറച്ച് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻഡെക്സ് പേജിൽ എത്രത്തോളം മാറ്റർ വരുന്നുണ്ട് എന്ന് നോക്കിയിട്ടായിരിക്കണം നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഫോട്ടോ എല്ലാം ഒരേ സൈസിൽ വരണമെന്നൊന്നുമില്ല. നമ്മുടെ ആ സ്ഥലത്തിനനുസരിച്ച് ചെറുതും വലുതും ഒക്കെ ആക്കിയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ലെറ്ററിൻ്റെ ഇവിടെ കുറച്ചുകൂടി എനിക്ക് സ്പേസ് ആവശ്യമായതുകൊണ്ട് നേരത്തെ ചെയ്തതുപോലെ ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് ചെറുതാക്കുന്നു. ആ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതാക്കുകയാണ്. അപ്പം ഞാൻ ഇത്രയും ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. അതിനുശേഷം അത് ഷിഫ്റ്റും കൺട്രോളും പിടിച്ചിട്ടാണ് ചെറുതാക്കിയത്. അല്ലാതെ വെറുതെ വലിച്ച് ചെറുതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ടൈറ്റിലും അതുപോലെ തന്നെ പേരൊക്കെ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് നോക്കിയിട്ടാണ് എപ്പോഴും ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്പേസിൽ, ഈ താഴെ കാണുന്ന സ്പേസിൽ ഏതെങ്കിലും ഒരു ഡിസൈനോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇതിനെ കുറച്ചുകൂടെ ഭംഗിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആയി കിട്ടും. അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഫോട്ടോ ചെറുതാക്കിയിട്ട് ഒരു റോ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കീഴ്ഭാഗത്തായിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഒന്നും കൊടുക്കുന്നില്ല. അവിടെ വെറുതെ ഒരു ബോക്സ് മാത്രം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. നമുക്കവിടെ എന്തെങ്കിലും ഒരു ക്യാപ്ഷനോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ജസ്റ്റ് അവിടെ സ്പേസ് കിടന്നുകൊണ്ട് അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അതിൻ്റെ ബോർഡർ കട്ട് ചെയ്ത് കളയുക. നമുക്ക് എങ്ങനെയാണോ ഇൻഡെക്സ് പേജ് വേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഇതിനകത്ത് വർക്കൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ ഒരു പ്രിൻറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് കീബോർഡിൽ നിന്ന് W എന്ന് പറയുന്ന കീയിൽ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് പ്രിൻറ്റ് വ്യൂ എന്താണെന്ന് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് വ്യൂ. ഈ കാണുന്ന സ്പേസിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്പേസ് നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന ഇത്രയും സ്പേസിൽ നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റും. ആ സ്പേസ് എന്ന് പറയുന്നത് ഇതൊരിക്കലും ഇതിൻ്റെ പുറത്തേക്ക് പോകരുത്. ആ മാർജിൻ വരെ വന്ന് നിൽക്കുന്ന ആ സ്പേസിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് എന്താണോ കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്തുകൊള്ളുക. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്കൊരു ഇൻഡെക്സ് പേജ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ 3 പേജ് ക്രിയേറ്റ് ചെയ്തു. കവർ പേജ് ക്രിയേറ്റ് ചെയ്തു. അത് ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ചിരുന്നത് തന്നെയാണ്. അതിനെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്തു. രണ്ടാമതൊരു പരസ്യത്തിൻ്റെ പേജ് ഇവിടെ ചെയ്തു. എന്നിട്ടൊരു ഇൻഡെക്സ് പേജും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ പേജും ഡിസൈൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി വേണമെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് PDF ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അത് PDF ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഫയലിൽ നിന്ന് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മാഗസിൻ പേജസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഫയൽ നെയിം. അതുപോലെ തന്നെ സേവ് ആസ് ടൈപ്പ് അഡോബ് PDF ആണ്. ഇവിടുന്ന് സേവ് കൊടുക്കുന്നു. സേവ് കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമ്മൾ എത്ര പേജാണോ സേവ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഓൾ പേജസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 5 പേജ് നിൽപ്പുണ്ട്. 3 പേജിലെ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ റേഞ്ച് കൊടുക്കുക, ഏതൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ 1 to 3 1 മുതൽ 3 വരെയുള്ള പേജാണ് എനിക്ക് വേണ്ടത്. ഇവിടെ എൻ്റെ പ്രീസെറ്റ് ഞാൻ പ്രസ് ക്വാളിറ്റിയാണ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ കംപ്രഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അതൊക്കെ നമുക്ക് തുടർന്നുള്ള ഫൈനൽ എടുക്കുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ മാർക്സ് ആൻഡ് ബ്ലീഡ് അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. തൽക്കാലം ഞാനിപ്പോൾ അതൊന്നും സെലക്ട് ചെയ്യുന്നില്ല. തൽക്കാലം ഇതൊന്നും ഇല്ലാതെ ജനറലായിട്ട് ജസ്റ്റ് ഒരു PDF എടുക്കുകയാണ്. ജസ്റ്റ് എക്സ്പോർട്ട് കൊടുക്കുന്നു ഇവിടുന്ന്. അപ്പോൾ അത് PDF ആയിട്ടുണ്ട്. നമുക്ക് ആ PDF ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ PDF ആക്കിയ പേജ്. അതിനകത്ത് 3 പേജ് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. രണ്ടാമത്തെ പേജ് ആ പരസ്യം വന്ന പേജ്, മൂന്നാമത് നമ്മൾ ഇൻഡെക്സ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പേജ്. അങ്ങനെ 3 പേജ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 പേജിൻ്റെയും PDF ആണത്. ഇതേ രീതിയിലാണ് നമ്മൾ ഓരോ പേജുകളും ഡിസൈൻ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നോക്കുന്നത്. ഇത്രയും ഒന്ന് ചെയ്ത് നോക്കുക. അടുത്തൊരു വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.